ഒരു കാരണവശാലും ഇതിൻ്റെ AMD മേടിച്ചേക്കരുത്. എടുക്കുവാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ്, നമ്മളിത് ഇത്രയും സെല്ല് ചെയ്യുന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ആര് ഈ ഒരു വണ്ടി മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസാൻ എന്ന് പറയുന്ന കമ്പനീനെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഓടിപ്പോകാതെ പിടിച്ചു നിർത്തിയേക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ നിസാൻ്റെ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അവർ എക്സ്ട്രെയിൽ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു. അതൊരു CBU ആണ്. 50 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ്. അതിനധികം സെയിൽസ് ഒന്നും വന്നിട്ടില്ല. എത്ര വിരലെണ്ണാന്നത്ര സെയിൽസ് വന്നതെന്ന് പോലും സംശയമാണ്. പക്ഷേ ഈ ഒരൊറ്റ മോഡലിൻ്റെ സെയിൽസ് കൊണ്ടാണ് കമ്പനി പിടിച്ചു നിർത്തിക്കുന്നത്. അതിൻ്റെ റീസൺ ഉണ്ട്. ഈ വെഹിക്കിള് ശരിക്കും വാല്യൂ ഫോർ മണിയുള്ള ഒരു വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന നിസാൻ മാഗ്നറ്റിൻ്റെ CVT വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 10-25-30 ദിവസമായിട്ട് വണ്ടി എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ഓൾറെഡി റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇതിപ്പോൾ ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഈ നിസാൻ്റെ മാഗ്നറ്റ് എനിക്കെന്നും ഇഷ്ടപ്പെട്ടൊരു വെഹിക്കിളാണ്. പഴയ മോഡലാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിപ്പോൾ അവരുടെ പുതിയ മോഡൽ, ഇതിൻ്റെ CVT വേരിയൻ്റ് അല്ലെങ്കിൽ മാനുവലാണ് കേട്ടോ. AMD ഇഷ്ടമില്ല. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണൽ ഗ്രില്ല് ഇപ്പോൾ പഴയതുമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് രാത്രിയിലൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി വെട്ടാം. അത് കൃത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങളിലൊന്നാണ്. ഈ ഗ്രില്ലിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. താഴെ ഫോഗ് ലാമ്പ്, ഡേ ടൈം DRLs, ഇവിടെ ഒരു DRL പോകുന്നുണ്ട്. ഈ ചിലരൊക്കെ അലുവയൊക്കെ ഇട്ട് നല്ല വൃത്തികേടായിട്ട് കൊണ്ടുനടക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല ഭംഗിയിലാണ് അവരതിനെ ഡിസൈൻ ചെയ്തത്. ലൈക്ക് ഇത് ശരിക്കും ഈ അലോയ്സിൻ്റെ ഡിസൈൻ ശരിക്കും ഇതിന് ചേരുന്നുണ്ട്. ബാക്കിലത്തെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ്റെ അത് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതൊരു ഡ്യുവൽ കളറാണ്. പുതിയൊരു കളർ കോമ്പിനേഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ബാക്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതാണ് ഇവൻ്റെ കീ വരുന്നത്. സ്മാർട്ട് കീ ആണ്. നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഇവൻ അൺലോക്ക് ആയിക്കോളും. ഇപ്പോൾ ഇത് നമ്മളൊരു എത്ര മീറ്റർ, ഒരു 10 കുറച്ച് ദൂരോട്ട് പോകുമ്പോഴത്തേക്കും അവൻ ഓട്ടോമാറ്റിക്കലി ലോക്കും ആവുന്നുണ്ട്. അത് നല്ല കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ വണ്ടി കീയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്ക് സീറ്റിൻ്റെ സ്പേസ് ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡിസൈനൊക്കെ ഉണ്ടോ. നമ്മളിത് ഇത്രയും സെല്ല് ചെയ്യുന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഈ ബാക്ക് സീറ്റിൻ്റെ സ്പേസ് വലുത്. ഇപ്പോൾ ഇന്ത്യൻ ഫാമിലി എന്ന് പറയുന്നത് വലിയ ഫാമിലിയാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു വുമൻസ് ഡേയുടെ ഷൂട്ടിന് പോയപ്പോൾ തന്നെ ഇവിടെ ബാക്കിൽ 6 പിള്ളേരാണ് ഇരുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു. പക്ഷേ എന്നാൽ പോലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ്. ശരിക്കും ഒരു SUVയുടെ ക്യാബിൻ പോലെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു SUVയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിലും വലിയ പ്രീമിയം എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് വേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് വണ്ടിക്കകത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. വൈകുന്നേരം 4:30 ആയെങ്കിൽ പോലും ഇതുണ്ട് വേർത്ത് കുളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നീ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് കേട്ടോ ഇവൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പുഷ് സ്റ്റാർട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ CVT ആണ്. CVT ആയതുകൊണ്ട് ഒരു ഡ്രൈവും ഉണ്ട്. ഒരു L എന്ന് പറഞ്ഞൊരു ഗിയറും കൊടുത്തിട്ടുണ്ട്. L എന്ന് പറഞ്ഞാൽ ഹൈ ലോഡ്, പണ്ടത്തെ ഹനുമാൻ ഗിയർ എന്നൊക്കെ പറയുന്ന പോലെ ലൈക്ക് ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു L എന്ന് പറഞ്ഞൊരു ഗിയർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, ബട്ട് ലൈക്ക് ക്വാളിറ്റി കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു. പിന്നെ ഈ സ്വിച്ചസിനൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ കൊടുത്തേക്കുന്ന ഈ സ്വിച്ചസ് ലൈക്ക് ശരിക്കും ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. പിന്നെ ഇവിടെ ദാണ്ട് AC ഈ ഒരു സിസ്റ്റം ആണെങ്കിലും ലൈക്ക് സെൻട്രലൈസ്ഡ് AC സിസ്റ്റമാണ് വരുന്നത്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അത് നല്ലൊരു ഫീൽ തരുന്ന ഒരു രീതിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെതർ ടച്ച്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടെ ലെതർ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഒരു അലുമിനിയം ഫിനിഷ് പോകുന്നുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് തോന്നും. ഇവിടെ ഒരു ഡയമണ്ട് സ്റ്റൈൽ പോകുന്നുണ്ട്. ആ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇവൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന വേറൊരു ചേഞ്ചാണ് ഈ ഒരു ഇത് കണ്ടോ. ലൈക്ക് ഈ ഒരു മീറ്റർ അവർ കംപ്ലീറ്റ്ലി റീഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ടയർ പ്രഷർ വരുന്നുണ്ട്. നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനൊക്കെ അവൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റലാണ്. പക്ഷേ ഇത് ഒരു അനലോഗ് പോലെ തോന്നിക്കും. പക്ഷേ ഫുൾ ഒരു ഡിജിറ്റൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലാണെങ്കിൽ ഇവിടെ ഒരു ലെതർ ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീലാണ്. കാണാൻ കയറിയിരിക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്നൊരു വെഹിക്കിൾ എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. സൺറൂഫ് ഒന്നും വരുന്നില്ല ഒബ്വിയസ്ലി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത പോലെ ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. ഈ സിസ്റ്റം കൊള്ളാം. മറ്റേ ക്യാമറയുടെ സൈഡിൽ മാത്രം കുറച്ച് ക്വാളിറ്റി കുറവുണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ കൊള്ളാം. നമ്മൾ ഹസാർഡ് ലാമ്പ് ഓണായിരുന്നു. ഹസാർഡ് ലാമ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് വെഹിക്കിളിൻ്റെ CVT എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ്. ഇത് ശരിക്കും 3 ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഒരു ടെർബോ പെട്രോൾ വരുന്നുണ്ട്, ഒരു നോർമൽ നാച്ചുറൽ ആസ്പിറേറ്റർ ഒരു സാധാ എഞ്ചിൻ. എനിക്കൊന്ന് 1 ആണോ 1.2 ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് ഇവിടെ പകൽ ആഡ് ചെയ്യും. 2 എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഓട്ടോമാറ്റിക് ഓപ്ഷൻ വരുന്നുണ്ട്. AMD ഉണ്ട്, CVT ഉണ്ട്. ഒരു കാരണവശാലും ഇതിൻ്റെ AMD മേടിച്ചേക്കരുത്. എടുക്കുവാണെങ്കിൽ ഗോ ഫോർ ദ CVT. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് CVT ട്രാൻസ്മിഷനാണിത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് അതുപോലെ സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു ലാഗോ റബ്ബർ ബാൻഡ് എഫക്റ്റോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല.
ഇതാണ്ട് സസ്പെൻഷൻ ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത്യാവശ്യം നല്ല ഒരു കംഫർട്ട് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഡിസൈനിങ്ങും കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ CVT-യുടെ ഫുൾ ആക്സലേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ അവൻ കയറി പോകുന്നുണ്ട്. മൈലേജ് ആവറേജ് ഒരു 15-16 കമ്പനി പറയുമെങ്കിലും ഒരു 14 മുകളിൽ എനിക്ക് എന്താണെങ്കിലും ഒരു 14-15, ഹൈവേയിലൊക്കെയാണ് 15-16 കിട്ടുന്നുണ്ട്. അതല്ല ഒരു നോർമൽ സിറ്റി യൂസിനൊക്കെ മൈലേജ് കുറവായിരിക്കും. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിത് ആര് ഈ ഒരു വണ്ടി മേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഓട്ടോമാറ്റിക് കാറ് വേണം. ബഡ്ജറ്റ് ഇതാണ്. ഒരു ഫാമിലി കാറാണ് നോക്കുന്നത്. അകത്ത് സ്പേസ് കാണണം, മെയിൻ്റനൻസ് ഒത്തിരി വരാൻ പാടില്ല, അത്യാവശ്യം മൈലേജ് കിട്ടണം, അത്യാവശ്യം യാത്രാസുഖം ഉണ്ടാവണം, ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം എന്നൊക്കെ നോക്കുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. ഇപ്പോൾ EV ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോൾ ഒരു സെക്കൻഡ് കാർ ഇപ്പോൾ ഇതെടുക്കുമെന്ന് ചോദിച്ചാൽ ഞാനിത് എടുക്കത്തില്ല. ഞാൻ ഏതെടുക്കുമെന്ന് ചോദിച്ചാൽ ഞാനൊരു EV ഇനി മേടിക്കത്തുള്ളൂ. കാരണം എനിക്ക് നോർമലി ഒരു വെഹിക്കിളുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് ഓടാവുന്ന ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഞാൻ എപ്പോഴും സ്യൂട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഒരു ഫസ്റ്റ് കാറായിട്ട് നോക്കുന്നവർ അല്ലെങ്കിൽ EV ഇപ്പോഴേ അഡാപ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് ഇതിൻ്റെ CVT എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. AMD ഒരു കാരണവശാലും എടുത്തേക്കരുത്. പിന്നെ ഇതിന് അങ്ങനെ വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉള്ളതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മാഗ്നറ്റ്. അത് മാനുവലാണ്. അവൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉള്ളതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വെഹിക്കിൾ. ഇനിയിപ്പോൾ നമ്മൾ റോഡിൽ എവിടെ നോക്കിയാലും ഒരു 2-3 മാഗ്നറ്റ് നമ്മൾ കാണും. അപ്പോൾ അത് ഇതിലേക്ക് ഇത്രയും ഒരു ഒറ്റ പ്രൊഡക്റ്റ് മാത്രമല്ല, എന്നാൽ പോലും ഇത്രയും സെല്ല് ചെയ്യുന്നതിൻ്റെ റീസൺ ആൾക്കാർക്ക് ആ ഒരു വിശ്വസനീയം വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ബേസിക്കലി ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട്, ബാക്ക് സീറ്റിലെ സ്പേസ്, അതായത് വണ്ടിക്കകത്ത് നല്ല സ്പേസാണ്. പിന്നെ വാല്യൂ ഫോർ മണി. 5.99 lakhs-നാണ് ഇവൻ്റെ ബേസ് വേരിയൻറ്റ് ലോഞ്ച് ചെയ്തത്. 5.99 പുതിയത്. അന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി പ്രൈസിങ് ഈ ഒരു സമയത്ത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ബേസിക്കലി ഇവനെക്കുറിച്ച് പറയാനുള്ള. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി കൊള്ളാം. ഒരു സെക്കൻഡ് കാറായിട്ട് നമുക്ക് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10-20 ദിവസമായിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കുറേ കാര്യങ്ങൾ നടന്നൊരു സമയമാണ്. ആ സമയത്ത് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ മാഗ്നറ്റാണ്. അന്ന് നമ്മൾ വേറെ വണ്ടിയൊന്നും എടുത്തിട്ടില്ല, ഇതിനായിരുന്നു, നാട്ടിലായിരുന്നു കുറേ നാളം. അപ്പോൾ ഞാൻ നല്ലപോലെ ഓടിച്ചു. എനിക്ക് തോന്നുന്നു 1000-1500 കിലോമീറ്ററിന് മുകളിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ ഇതുണ്ട്, അത്യാവശ്യം നല്ല ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് വേറെ വള്ളികളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇപ്പോൾ എല്ലിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ശരിക്കും അതൊരു ഇതുണ്ടാവും, ലോ ഗിയറുകളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അത് ഒരു കയറ്റമൊക്കെ കയറുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ചെറിയൊരു കൺസൾട്ടൻസി പോലെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു നമ്പർ തരും, അതിലേക്കൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി, ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്കങ്ങനെ ഒരു ബ്രാൻഡിനോട് എനിക്ക് പ്രത്യേക സ്നേഹമൊന്നുമില്ല. ലൈക്ക് ഐ ക്യാൻ ഗൈഡ് യു ലൈക്ക് അക്കോർഡിംഗ് ടു യുവർ റിക്വയർമെൻറ്റ്സ്. അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഐ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.